ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇന്നൊരു ടോപ്പ് തയ്ക്കാം. ടോപ്പിന് നമുക്കൊരു മോഡൽ ടോപ്പ് എന്ന് പേരിടാം. അപ്പം ഞാൻ അതിൻ്റെ ബാക്കാണ് ആദ്യം വെട്ടണം. അതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടേക്കണം. അപ്പം ലൈനിങ്ങിന് നീളം പോരാതെ വന്നിട്ട് ഞാൻ പീസുകളൊക്കെ അടിച്ച് ചേർത്തിട്ടുണ്ട്. നമുക്ക് 1 മീറ്ററിൻ്റെ തുണി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടോപ്പ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തുണിയുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നമുക്കായാലും എടുക്കാൻ പറ്റിയ ഇടമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു ടോപ്പാണ് ഇത്. അപ്പോൾ എൻ്റെ നീളം എന്ന് പറയുമ്പോൾ നീളം നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ എനിക്ക് 24 വേണം. മടക്കി അടിക്കാൻ എല്ലാം കണക്കാക്കിയിട്ടാണ് ഞാൻ 24 എടുത്തേക്കണത്. പിന്നെ നമ്മുടെ വണ്ണത്തിൻ്റെ അനുസരിച്ച് തുണി ഞാൻ ഇതുപോലെ ഒന്നും മടക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. അപ്പോൾ എനിക്ക് 6.5 ഷോൾഡർ. ഞാൻ എല്ലാം തയ്ക്കണം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ അളവ് തന്നെയാണ് അവൾക്കും. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 7 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് താഴേക്ക് കണ്ടോ 7 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ അടയാളപ്പെടുത്തി. കാരണം ഞാനിവിടെ 2 വര ഇട്ടിട്ടില്ല. തയ്യൽ തുമ്പ് ഉൾപ്പെടെ എല്ലാം കൂടി 7 തന്നെ ഞാനിവിടെ എടുക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 7 എടുത്തേക്കണത്. മുകളിലത്തെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 7 അല്ലെങ്കിൽ 6.5 മതി നമുക്ക് കേട്ടോ. കുറഞ്ഞു പോകരുത്, കൂടുകയും ചെയ്യരുത്. ഇനി വണ്ണത്തിൻ്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 10.5 ഇഞ്ചാണ്. ആ 10.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കണ്ടോ. ഇനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കണ്ടോ. ഇനി നമ്മൾക്ക് നമ്മുടെ ഈ മോളിൽ നിന്ന് നമ്മുടെ ഷേപ്പ് എത്രയാണ്, അപ്പോൾ ഷേപ്പിനേലും മുമ്പ് നമുക്ക് നമ്മുടെ 9.5 ഉണ്ടല്ലോ അവിടെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടുത്തെ വണ്ണവും കൂടി ഒന്ന് എടുക്കണം. അപ്പോൾ ഇവിടുത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ 9 ആണ്. 9 അല്ല, ഇതായിരുന്നു നമുക്ക് 10.5 അല്ലേ, 10.5. ഇവിടുത്തെ എൻ്റെ ഈ വണ്ണം അവളുടെ മോളുടെ വണ്ണം എന്ന് പറയുമ്പോൾ എനിക്ക് അവൾക്കൊക്കെ കണക്ക് തന്നെ കേട്ടോ. 11 വരും കണ്ടോ. അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി തയ്യൽ തുമ്പാക്കി. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് തന്നെ വരച്ചെടുക്കണേ കേട്ടോ. എന്തിന് നമ്മളിങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഈ നമ്മുടെ കശക്കൂടെ അവിടെ ഉണ്ടല്ലോ നല്ല ഫിനിഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അത് ഓർമ്മ വേണം. ഇനി ഇവിടെ നിന്ന് നമുക്കുള്ള ഷേപ്പ് എത്രയാണോ അത് വരയ്ക്കുക. എന്നിട്ട് ഷേപ്പിൻ്റെ വണ്ണം വരച്ചെടുക്കുക. ഷേപ്പ് 13 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. 13 ഷേപ്പിൻ്റെ 4 ഭാഗം എത്രയാണ് അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വരച്ചെടുക്കുക കണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ താഴെ വശം എത്ര വേണോ അതെടുക്കുക. അപ്പം നിങ്ങളുടെ വിരിവ് അനുസരിച്ചിട്ട് ഇതെടുക്കാട്ടെ. അപ്പം ഞാൻ ഇത് എത്രത്തോളം കിട്ടണുണ്ട് അത്രയും ഞാൻ എടുക്കണുണ്ട്. കാരണം വിരിഞ്ഞിരിക്കണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക്. അപ്പം ഞാൻ ഇവിടെ 10 ഇഞ്ചാണ് എടുത്തേക്കണേ കേട്ടോ. 10 ഇഞ്ചും തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഒന്ന് ചേർത്ത് മുട്ടിച്ചെടുക്കുക കണ്ട. നെക്ക് നമ്മൾ ഇപ്പം കട്ട് ചെയ്യണ്ട, ഇത് ഞാൻ മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കട്ടെ. ഫ്രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്ക് പീസിനേലും 3 ഇഞ്ച് കൂടുതലാണ് ഞാൻ ഫ്രണ്ട് പീസ് എടുത്തേക്കണേ കേട്ടോ. വീതി 2 ആക്കി ഇതുപോലെ മടക്കിയിട്ടു. മടക്കിയിട്ടേ ഞാൻ പിന്നെ ചെയ്യണത് ഇങ്ങനെയാണ്. ടേപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ 2 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച്, 3 ഇഞ്ച് വേണമെങ്കിൽ 3 ഇഞ്ച്, ഇതുപോലെ എന്തോരം അകലത്തിൽ നിങ്ങൾക്ക് വേണം അതനുസരിച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ എത്ര ഇഞ്ച് വേണമെന്ന് വെച്ചാലും നമുക്ക് അതനുസരിച്ച് വീതി കൂട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്ക് 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണ്ട കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ 3 ഇഞ്ച്, 2.5 ഇഞ്ച് ആയാലും കുഴപ്പമില്ല, 2 ഇഞ്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ. 2 ഇഞ്ചിന് താഴെ പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ ലൈനായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ ഈ വരയ്ക്കൊപ്പം വെച്ച് കൊടുക്കുക. ഈ 3 ഇഞ്ച് അവിടെ കിടന്നോട്ടെ, അതിലേക്ക് കയറ്റരുത്. 3 ഇഞ്ച് അല്ലാത്ത ഈ ഭാഗത്തേക്ക് 3 ഇഞ്ച് കഴിഞ്ഞുള്ള വരടി ഇപ്പുറത്തോട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഷോൾഡറും ആം ഹോളും ഷേപ്പും ഒക്കെ നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിതെല്ലാം ഒന്ന് വരച്ച് കറക്റ്റിന് എടുക്കുക കണ്ട.
വരക്കാതെ തന്നെ വെട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ടിയാണെങ്കിലും എടുക്കുക. ഇനി ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് വെച്ചിട്ട് ഈ 2 പീസ് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ലൈനിങ് വെച്ച് ബാക്കും ഫ്രണ്ടും ഒക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ ആയിട്ടില്ല കേട്ടോ. ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് നമുക്ക് ലൈനിങ് ഇതും കൂടെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. 3 ഇഞ്ച് നെക്കിൻ്റെ വീതി, ബാക്കിൻ്റെ ബാക്ക് ഇറക്കം 4.5 ഇഞ്ച് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഈ 3 ഇഞ്ചും ഇതുപോലെ ഒന്ന് വരച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു നെക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു നെക്കാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട ഫ്രണ്ടിലെ കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് നല്ല ക്ലോത്തും ലൈനിങ്ങും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു 3 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 3 ഇഞ്ച് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാനുള്ളതാണ്. കണ്ടോ, 3 ഇഞ്ച് നമ്മൾ എങ്ങനെയാണ് അടിച്ചെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മുടെ നെക്കിൻ്റെ അകലം എത്രയാണ്? 3 ഇഞ്ചാണല്ലേ. ഇത് അടിച്ചു പോകും. അപ്പോൾ ഈ 3 ഇഞ്ചിൻ്റെ നമ്മൾ ഈ എടുത്തേക്കണ 3 ഇഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ അകലം ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പം 3 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം. കണ്ട, ഇവിടെ നിന്ന് ഈ വരമേന്ന്. അതുപോലെ നെക്കിൻ്റെ ഇറക്കം നമ്മൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. അപ്പം ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ഈ 6 ഇഞ്ച് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ 6 ഇഞ്ചിൻ്റെ താഴേക്ക് നമ്മളൊരു 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, 4ഓ 5ഓ എത്ര 5 തുടങ്ങി മുകളിലോട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. 4 കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഇതൊന്ന് ഈ നെക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക നമുക്ക്. അപ്പോൾ ആ നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. ഞാൻ ഇച്ചിരി വൈഡാക്കാണ്ട് കേട്ടോ, എനിക്ക് ഒതുങ്ങിയ വീ ഇഷ്ടമല്ല. കണ്ടോ, ഇതാണ് നമ്മുടെ നെക്ക്. കണ്ട, ഇവിടം വരെ, അതായത് ആദ്യം നമ്മൾ ഇത് ഇവിടെ നിന്ന് ഈ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നെക്ക് അടിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊരു പാടിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു 3 ഇഞ്ച് ഉണ്ടല്ലോ, നമുക്ക് അടിച്ച് മാറ്റാനുള്ളതാണ്. അത് അടിക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാടിട്ട് വെച്ചാൽ നമുക്ക് അതുമേ കൂടെ അടിക്കാം. അടിക്കണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഈ 4 ഇഞ്ചിന് ഇവിടെ ഒരു വര ഇട്ടിട്ടില്ലേ, അവിടം വരെയാണ് അടിക്കണത്. അത് 2 സ്റ്റിച്ച് കൊടുത്ത് അടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലൈനിങ്ങും നമ്മുടെ നല്ല ക്ലോത്തും കൂടി നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് 4 വശം ഇതുപോലെ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വശവും അടിച്ചെടുത്തു. ഇങ്ങനെ 2ആക്കി ഒന്ന് മടക്കി എടുക്കുക. 2ആക്കി മടക്കി ഷോൾഡറും ആം ഹോളും ഒക്കെ ഒപ്പം വെച്ച് കറക്റ്റ് വെച്ചിട്ട് നമ്മൊരു 3 ഇഞ്ച് വരച്ചിട്ടില്ലേ, കണ്ടോ, ഈ 3 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ നെക്ക് വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് നമ്മളൊരു 4 ഇഞ്ച് വരച്ചിട്ടുണ്ട്. ഇത് ഈ 4 ഇഞ്ച് തുടങ്ങി വരച്ചേക്കാൻ ഇവിടുന്ന് ഫുള്ളായിട്ട് നമ്മുടെ ഷോൾഡർ വരെ അറ്റം വരെ ഒന്ന് 2 അടി അടിച്ച് കെട്ടിട്ടെടുക്കണം. അപ്പം ഞാനതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ വര കണ്ട, ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമ്മളിത് വരച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ നെക്ക് വരച്ചിട്ടുണ്ടല്ലോ, വി നെക്ക് വരച്ചില്ലേ, അവിടേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ്, ആ വീട് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം. അപ്പം വി എവിടെയാണ്? കണ്ട, ഇവിടെയാണ്. പിന്നെ ഞാൻ ഈ നെക്ക് ഇതുപോലെ തന്നെ കറക്റ്റിന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. കണ്ടോ, മാറ്റി. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് വിടർത്തി എടുക്കുക. അകവശം വിടർത്തി ഇങ്ങനെ എടുക്കുക. കണ്ടോ, എന്നിട്ട് ഇതുണ്ടല്ലോ, ഈ 2 പീസുകൾ നമുക്ക് ഇതുപോലെ ഒന്ന് വിടർത്തണം. കണ്ട,
നമ്മൾ ഇതിങ്ങനെ വിടർത്തി ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതവിടെ കറക്റ്റിന് ഇരുന്നോളൂ കേട്ടോ. കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ വേഗം കഴിയുമേ. ഇത് കോട്ടൺ അല്ലാത്തത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീക്കഴുത്തിൻ്റെ ഇവിടം പറ്റി അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇപ്പം നമ്മളൊരു പിന്നൊക്കെ കുത്തിയിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ വീക്ക് പറ്റിയ ഈ വീ പോലെ തന്നെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നെക്കടിക്ക്. ഇതിൻ്റെ ചീത്ത അപ്പോൾ ഞാൻ എന്താ ബീനെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതൊന്ന് അടിച്ച് കൊടുക്കുക ചുറ്റിന് വേണ്ട. ഇനി നമ്മൾ ഈ ഒരു സംഭവം ഇതുപോലെ വെച്ചിട്ട് മറിച്ച് അത് നിങ്ങൾ പിന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് നൂല് ഓടിച്ചിട്ട് അഴിച്ചു കളഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റിനിരിക്കും കണ്ട. ഇനി ഈ വീനക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചെടുക്കണമാരെ സാധാരണ എടുക്കണമാരെ തന്നെ തിരിച്ചെടുത്താൽ മതി കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കണ ഈ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കണം കണ്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മളിത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. എന്നിട്ട് ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക, അല്ല ആവശ്യമുള്ളിടത്തൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് ഉള്ളിലോട്ടാക്കാം. ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ പതിച്ചടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുത്താലും മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയായാലും ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് ഹെമ്മിങ് ചെയ്താലും മതി, അവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇത്രയും വർക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് പീസാണ് കേട്ടോ ചെയ്യാനുള്ളത് കണ്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മറ്റേത് അയൺ ചെയ്തൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് ഇതുപോലെ ഒരു എന്താണ് ബോക്സ് ഫ്ലീറ്റില്ലേ അതുപോലെ ഇരിക്കും കണ്ടോ. ഇതുപോലെ ഇരിക്കും. ഇട്ട് കഴിയുമ്പോൾ അതൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കുള്ളിൽ ഇങ്ങനെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ബാക്കും ലൈനിങ് വെച്ചെടുത്ത് ലൈനിങ് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. അതായത് ബാക്കിൻ്റെ നല്ല വശവും നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശവും തമ്മിൽ കൂട്ടി ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കഴുത്ത് അതിൻ്റെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റാം കണ്ടോ. മാറ്റിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇതിലേക്കൊന്ന് വെച്ചിട്ട് ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ. ഇതിങ്ങനെ വെച്ച് നമ്മൾ സാധാരണ ചെയ്യണമാരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ശരിക്കും ഷോൾഡറൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, നമ്മൾ കൈക്കുഴി വെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അരയിഞ്ച് കൈക്കുഴി ഉള്ളിലോട്ടൊന്ന് വെട്ടണ്ടേ, അത് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഫ്രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ടിട്ട് ഉപ്പിടുക, എന്നിട്ടൊന്ന് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടുക. അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ മറന്നു പോയിട്ടാ. കാരണം ഈ തുണിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ പരിപാടി. പിന്നെ ലൈനിങ് എന്ന് പറയുമ്പോൾ ഞാൻ പല കട്ട് പീസൊക്കെ വെച്ച് കൂട്ടിയെടുത്തതാണ് ലൈനിങ്, അതാണ് അങ്ങനെ വന്നത് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഒന്ന് കുഴിച്ചു വെട്ടാം. അപ്പം എന്തായാലും ഞാൻ കൈക്കുഴിയൊക്കെ നല്ല കറക്റ്റിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കൈക്കുഴി ഒന്ന് ഉള്ളിലോട്ട് കുഴിച്ച് ഫ്രണ്ട് പീസ് ഒന്ന് വെട്ടണം കേട്ടോ. അപ്പം അത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടേ. ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പതിച്ചടിച്ച് ഇതിൻ്റെ 4 വശവും ഒന്ന് അടിച്ചെടുക്കണം, നല്ലതാണ്. ഈ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ വൃത്തിക്ക് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇനി സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതേ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ 2 പീസ് ഉണ്ടാക്കി മടക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ വട്ടത്തിലാണ് മടക്കി എടുത്തേക്കണേ കേട്ടോ. ഇനി സ്ലീവിൻ്റെ ഇറക്കം എത്ര വേണമെന്ന് വെച്ചാൽ 5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കണത്. അതുപോലെ ഇവിടേക്ക് നമുക്കൊരു 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് ഒന്ന് അടയാളപ്പെടുത്തി എടുത്തു. നമുക്കിതൊന്ന് നമ്മുടെ സ്ലീവിൻ്റെ മോഡൽ ഇതൊന്ന് കട്ട് ചെയ്ത് വരച്ചെടുക്കണം കണ്ടോ. പിന്നെ അടിവണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തുക. 6 ഇഞ്ചാണ്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇത്രയേ ഉള്ളൂ കേട്ടോ സ്ലീവിൻ്റെ കട്ടിങ്. അപ്പം നമ്മൾ അതേ സ്ലീവൊക്കെ അടിപൊളിയായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ സാരി തീർന്ന്.
അപ്പം തീർന്നോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനും അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഷേപ്പ് നോക്കി നമ്മുടെ കൈയുടെ അറ്റം തുടങ്ങി നമുക്ക് ഷേപ്പ് ഓരോന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സൈഡൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നല്ല വശം ഒന്ന് തിരിച്ചെടുക്കണ്ടേ, നമുക്ക് തിരിച്ചെടുത്തിട്ട് കണ്ടോ, ഇതൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ അടിച്ചെടുത്ത് സൈഡ് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം, അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം. അത്രയും കൂടി ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടോപ്പിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കഴിയും. അപ്പം ഞാൻ അടിഭാഗം കുറച്ചൊന്ന് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് അടിച്ചെടുക്കാം. ചുറ്റിനൊരു 1/2 ഇഞ്ചിന് 4 ഇഞ്ചും പിന്നെ ഒരു 4 ഇഞ്ചും കൂടി കൂട്ടി 1/2 ഇഞ്ചിനൊന്ന് മടക്കി അടിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞ കേട്ടോ. കണ്ടോ, ഇനി ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ പരിപാടി. നമുക്കൊന്ന് വേറെ ഇട്ട് നോക്കണ്ടേ. ഇത്രയുള്ളൂ. ഇതൊരു സംഭവം ഇങ്ങനെ ഇരുന്നോളൂ. കണ്ടോ, ഇട്ട് കഴിയുമ്പോൾ ആ ഭംഗി അറിയുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ടോപ്പിൻ്റെ ഒരു പരിപാടി. കണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മളൊരു മോഡൽ ടോപ്പ് അടിച്ചത്. കണ്ട സംഭവം ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് ഫാനിൻ്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയോ മിഡിയുടെ കൂടെയോ ഒക്കെ ഇടാം കേട്ടോ. അപ്പം ഞാൻ വേറൊരു കൈയാണ് ആലോചിച്ചത്, പക്ഷെ എൻ്റെ മോക്ക് സ്ലീവ് വേണം. ഞാനിവിടെ ഫ്രില്ലിടാന്നാണ് കരുതിയത്. അത് ബാക്ക് വശം കണ്ടോ. അപ്പം എന്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഈ ഒരു സംഭവം 1 മീറ്റർ തുണിയുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.